ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് വെച്ച നിയമങ്ങളിൽ ആദരിക്കപ്പെടേണ്ട ചില സ്ഥലങ്ങളും ചില സമയങ്ങളും മാസങ്ങളും വസ്തുക്കളുമൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളും ആ വസ്തുക്കളും ആ വ്യക്തികളും അതുപോലെയുള്ള സമയങ്ങളുമൊക്കെ വളരെ ആദരണീയമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിനോടൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾക്ക് എല്ലാവർക്കും ആദരവും ബഹുമാനവും വെച്ചു പുലർത്താൻ ബാധ്യതയുണ്ട്. ഈ സ്ഥലങ്ങളിൽ വളരെ പ്രധാനമായതാണ് മക്കയും മദീനയും. അതിനകത്ത് ബന്ധപ്പെട്ട കുറെ ചിഹ്നങ്ങളും അടയാളങ്ങളുമൊക്കെ. സമയങ്ങളിൽ, മാസങ്ങളിൽ, ദിവസങ്ങളിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട കുറെ ഭാഗങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ റമദാൻ മാസം വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ്. മറ്റു മാസങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ആ മാസത്തിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസം മറ്റു 6 ദിവസങ്ങളെക്കാൾ പ്രത്യേകവും പ്രാധാന്യവുമുള്ളതാണ്. നമുക്കറിയാം, ചില സമയങ്ങൾക്കൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സമയങ്ങളുണ്ട്. പ്രവാചകന്മാരൊക്കെയും അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ട വ്യക്തികളാണ്. ആ വ്യക്തിത്വങ്ങളോടൊക്കെ നമ്മൾക്ക് ബഹുമാനവും ആദരവും ആവശ്യമാണ്. ബലിമൃഗം, ഹജ്ജിന് അറുക്കുന്ന ബലിമൃഗവും ബലിപെരുന്നാൾ ദിവസം നാട്ടിലറുക്കുന്ന ബലിമൃഗവും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഹുർമാത്തുല്ലാഹി വമൻ യുഅല്ലിം, ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ പവിത്രമായതിനെയൊക്കെ ആദരിക്കുന്നുവെങ്കിൽ അതവന് നല്ലതാണ് എന്ന് പറയുന്നു. മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഒരു പരാമർശം, വമൻ യുഅല്ലിം ശായിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, ഇതുപോലെയുള്ള അടയാളങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് മനസ്സിലുള്ള ഭയഭക്തിയുടെ, തഖ്വയുടെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം മക്കയും മദീനയും ബലിയുമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണത്തിൽ മക്കയിൽ പോകുന്നതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല, മദീനക്കും അങ്ങനെയുള്ള പരിഗണന ഒന്നും നൽകേണ്ടതില്ല, മക്കയിലും മദീനയിലും ഒന്നുമല്ല കാര്യങ്ങളുള്ളത്, പല ആളുകളും അവിടെ എന്തോ പുണ്യമുണ്ട് എന്ന് വിചാരിച്ചു പോകുന്നു എന്നൊക്കെ മത സ്റ്റേജിൽ നിന്ന് തന്നെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആൻ വളരെ ആദരപൂർവം പരാമർശിച്ച സ്ഥലമാണ് മക്ക. മദീനയെ സംബന്ധിച്ച് പ്രയോഗങ്ങളുണ്ട്, ഹദീസുകളിൽ ധാരാളമായി വരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പല വിഷയങ്ങളെയും സത്യം ചെയ്ത് പറയാറുണ്ട്. അതിലൊന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. ഈ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക രാജ്യമാണ്. ആ നാടിന് പ്രത്യേകം സത്യം ചെയ്ത് ഒരു രേഖയായിട്ട് അവതരിപ്പിക്കുന്നു അള്ളാഹു.
അങ്ങനെ പരാമർശിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് അവിടെ പോകുന്നതിൽ പുണ്യമില്ല, അങ്ങോട്ട് ഓടിച്ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ വിലയിരുത്തി കൂടാത്തതാണ്. അത് മനസ്സിൽ തഖ്വയില്ലാത്തതിന്റെ ലക്ഷണമായിട്ട് ഖുർആൻ പറഞ്ഞു. തഖ്വയുടെ ലക്ഷണം അതിനോടൊക്കെ ആദരവ് ഉണ്ടാവുക എന്നതാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് മക്കയും മദീനയും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മറ്റു സ്ഥലങ്ങളെക്കാൾ പുണ്യകരമായ സ്ഥലങ്ങളാണ്. ഒരുപാട് കാരണങ്ങൾ അതിന് ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭം, ഒരു നിവൃത്തിയുമില്ലാതെയാണ് റസൂൽ ഹിജ്റ പോകുന്നത്. ഒളിച്ചോടിയതുപോലെയാണ് റസൂൽ പോകുന്നത്. നാട്ടുകാർ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും കൊല്ലാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അവിടുന്ന് പോകുന്നത്. റസൂല് മക്ക വിട്ടുപോകുമ്പോൾ മക്കയുടെ അതിർത്തിയിലെത്തി, ഹറമിന്റെ അതിർത്തിയിലെത്തി, തൻഈം ഭാഗത്ത് അഥവാ ആയിഷ മസ്ജിദ് എന്ന് പറയുന്ന ആ ഭാഗത്തെത്തി. ഹറമിന്റെ അതിർത്തി വിട്ടപ്പോൾ റസൂലുള്ളാഹ് തിരിഞ്ഞു നിന്നു മക്കയിലേക്ക് തന്നെ. അദ്ദേഹത്തിന് വല്ലാത്ത തേങ്ങൽ ഉണ്ടായിരുന്നു, മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ. ആ ഹദീസുകൾ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്. അല്ലാഹു ആണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണിത്. മക്കയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണിത്, ഏറ്റവും നല്ല മണ്ണാണിത്. ഈ നാട്ടുകാരെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് വളരെ പ്രയാസത്തോടു കൂടിയാണ് റസൂൽ മക്ക വിട്ട് മദീനയിലേക്ക് തിരിഞ്ഞ് നടക്കുന്നത്. ഇവിടെ റസൂൽ പറഞ്ഞ വാക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് എന്നാണ്, നാടാണ് എന്നാണ്, ഏറ്റവും നല്ല രാജ്യമാണ് എന്നും പറയുന്നു. ആ പ്രത്യേകത ആ നാട്ടിന് വരുന്നത് അള്ളാഹു പ്രത്യേകമായി കൽപ്പിച്ചത് കൊണ്ടാണ്. അതല്ലാതെ അവിടുത്തെ മണ്ണിന്റെയോ കാലാവസ്ഥയുടെയോ ഭൂപ്രദേശത്തിന്റെയോ പ്രത്യേകതകൾ കൊണ്ടല്ല. ആ പ്രദേശത്തിനൊരു വിശുദ്ധിയും പ്രാധാന്യവും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മക്ക രാജ്യത്തെ അള്ളാഹു വിശുദ്ധമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ. അത് അന്ത്യനാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ ആ വിശുദ്ധി ആർക്കും കെടുത്തി കളയാൻ പാടില്ലാത്തതാണ്. അത് ജനങ്ങളല്ല, അള്ളാഹുവാണ് വിശുദ്ധമാക്കിയത് എന്ന് റസൂൽ പ്രത്യേകം പറയുകയും ചെയ്യുന്നു. അപ്പൊ മക്ക രാജ്യത്തെ പ്രത്യേക ഭൂമിയാക്കി പുണ്യപ്രദേശമാക്കി നിശ്ചയിച്ചത് അള്ളാഹുവാണ്. അത് ആദ്യ നാൾ മുതലേ അങ്ങനെയാണ്, അത് അന്ത്യനാൾ വരെയും അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശത്തെ പറ്റി പറയുന്നു. അപ്പൊ ഈ മക്ക മൊത്തത്തിൽ വിശുദ്ധമായ സ്ഥലമാണ്. അവിടെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും നിലനിൽക്കുകയും ചെയ്തു. ഇതിനെ അവമതിച്ചുകൂടാ, ഇത് മോശമായി കണ്ടുകൂടാ. നമ്മളെല്ലാവരും ഈ നാട്ടിൽ നിന്ന് ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് അതിന്റെ ഒരു കാലമാണ്. ഈ ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത് മക്കയിലേക്കാണ്. ഇവിടെ എവിടെയും അത് നിർവഹിക്കാൻ കഴിയില്ല, ലോകത്ത് എവിടെയും നിർവഹിക്കാൻ കഴിയില്ല. അതിന് മക്കയിൽ തന്നെ പോകണം. അതാ പ്രദേശത്തിന് അള്ളാഹു കൽപ്പിച്ച പ്രാധാന്യമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായി ഏറ്റവും പ്രാധാന്യപൂർവ്വം ചെയ്യുന്ന ഒന്നാണ് കഅബ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത്. ലോകത്ത് തവാഫ് ചെയ്യാവുന്ന ഒരു ഇടം മാത്രമേ ഉള്ളൂ, അത് കഅബാലയമാണ്. ആ കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യാം, വേറെ ഒരു സ്ഥലത്തും തവാഫ് ചെയ്തുകൂടാ. മറ്റു ആരാധനാലയങ്ങളിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മറ്റു ആരാധനാലയങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്, വലം വെക്കുന്നവരുണ്ട്. കഅബ ഇടം വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വലം വെക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ സമുദായത്തിനകത്ത് തന്നെയും
ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ഇടങ്ങൾ സൃഷ്ടിച്ചെടുത്തവരുണ്ട്, ജാറങ്ങളും അതുപോലുള്ള കേന്ദ്രങ്ങളും ഒക്കെ ശിർക്കായ ആരാധനകളാണ്. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കേന്ദ്രത്തിൽ കഅബാലയത്തിന് ചുറ്റും ഇടം വെക്കുന്ന ഒരു നിയമം അള്ളാഹു അവിടെയാണ് വെച്ചിട്ടുള്ളത്. അത് അവിടെ മാത്രമേ അനുവാദമുള്ളൂ. ആ പ്രത്യേകത അതിനുള്ളതാണ്, മറ്റൊരു സ്ഥലത്തും അത് അനുവദനീയമല്ല. ഒരു വിശുദ്ധമായ നാടാണത്. അവിടെ ജീവിക്കുന്ന ആളുകൾ, ഹറമിനകത്ത് ജീവിക്കുന്ന ആളുകൾ ആ വിശുദ്ധിയോട് ആദരവ് കാണിക്കുകയും ജീവിതത്തിൽ നിയന്ത്രണം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആരെങ്കിലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അധർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ നൽകുമെന്ന് പറയുന്നുണ്ട്. ഹറമിനകത്ത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അധർമ്മങ്ങൾക്ക് മുതിർന്നാൽ മറ്റു പ്രദേശത്തുള്ളതിനേക്കാൾ ഏറെ ഗൗരവമായിട്ട് അള്ളാഹു അത് കാണുമെന്നാണ്. അങ്ങനെയൊക്കെ വിശുദ്ധമാക്കിയ ഒരു പ്രദേശമാണത്. എന്തെല്ലാം വിശുദ്ധിയാണ് അവിടെ ഉള്ളത് നോക്കൂ നിങ്ങൾ. ആ പ്രദേശത്തിന്റെ മാത്രം ഒന്ന്, കഅബാലയം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഅബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിതുയർത്തിയ വീട് കഅബാലയമാണ്. പഴയ പേര് ബക്ക. ആ പേരാണ് വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ച്. ആ സ്ഥലത്താണ് അത് ഉള്ളത് എന്ന് ഖുർആൻ അതിനെ പറ്റി പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി സ്ഥാപിച്ച കഅബാലയം സ്ഥിതി ചെയ്യുന്നു അവിടെ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഏത് ഭാഗത്തുള്ളവരും അവരുടെ നമസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കേണ്ടത് അതിന്റെ നേരെയാണ്. ഇന്ന് അങ്ങനെയാണ് ആ വിഷയത്തിലുള്ള നിയമം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം 9-10 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നിന്റെ മുഖം നീ കഅബയുടെ നേരെ, മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കുക എന്ന കൽപ്പന വന്നത്. ഒരു നമസ്കാരത്തിൽ, അസ്ർ നമസ്കാരത്തിന്റെ സമയത്തായിരുന്നു ആ കൽപ്പന വന്നത്. ആ നമസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹ് മദീനയിൽ നിന്ന് കഅബയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിച്ചു. അതിന്റെ പ്രതീകമായിട്ട് ഇന്നും മദീനയിൽ ചെല്ലുമ്പോൾ കാണാം മസ്ജിദുൽ ഖിബ്ലതൈൻ, ഇരട്ട കിബിലയുള്ള പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ പള്ളി. നേരത്തെ തിരിഞ്ഞ ഭാഗത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്ന് കഅബയിലേക്ക് ആ നമസ്കാരത്തിൽ തന്നെ തിരിഞ്ഞ് നമസ്കരിക്കാൻ റസൂൽ ചെയ്ത്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണത്. അങ്ങനെ എല്ലാം കൊണ്ടും വിശുദ്ധമാണ്. 3 ഭാഗങ്ങൾ അവിടെ നമ്മൾ കാണാൻ കഴിയും. ഒന്ന്, മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം വിശുദ്ധമായ പള്ളി. ആ പള്ളി, അതിനകത്ത് നമസ്കരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു നേരത്തെ നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുമെന്നാണ്. ഒരു നേരത്തെ നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുന്ന ഒരു പള്ളിയാണത്. ലോകത്തെവിടെയും അത് കിട്ടില്ല, ഒരു പള്ളിയിലും കിട്ടില്ല. ആ ഹറമിന് പുറത്തുള്ള ഒരു പള്ളി, തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ അത് കിട്ടില്ല. ഹറമിന്റെ പരിധിക്കകത്തുള്ള പള്ളിയിലാണ് ആ റസൂല പറഞ്ഞത്. തൊട്ട അതിർത്തിക്ക് അപ്പുറം നിന്നാൽ പോലും അത് ലഭിക്കില്ല. അപ്പൊ ഒരു നേരത്തെ നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുന്ന അത്രയധികം പ്രാധാന്യമുള്ള ഒരു പള്ളി. അതാണ് ഒരു ഏരിയ. അതിന്റെ ഹറമിലുള്ള കഅബയിലുള്ള മക്കത്തുള്ള ഒരു ഭാഗം അതാണ്. ആ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് കഅബാലയവും അതിനു ചുറ്റും തവാഫ് ചെയ്യുന്ന ഇടവും അതിന് പുറത്ത് കാണുന്ന കെട്ടിടങ്ങളായി നിൽക്കുന്ന ഭാഗവും അതിന്റെ പുറത്ത് കാണുന്ന മുറ്റവും, വെളുത്ത മാർബിൾ പതിച്ച മുറ്റവും അടക്കം വികസിപ്പിക്കുമ്പോൾ ആ വെള്ള മാർബിൾ പതിച്ച ഏരിയ അടക്കം പള്ളിയാണ്. ആ പള്ളിയുടെ അകത്ത് നിന്ന് നമസ്കരിച്ചാൽ, ആ മുറ്റത്തടക്കം നമസ്കരിച്ചാൽ 1,00,000 നമസ്കാരത്തിന്റെ കൂലി കിട്ടും. ഇതൊരു ഭാഗമാണ്. രണ്ടാമത്, ആ ഭൂമിയിൽ അള്ളാഹു കൽപ്പിച്ച ഒരു പ്രത്യേകതയുണ്ട്. ഹറം എന്ന് പറയുന്ന ഒരു ഏരിയ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഹറം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഭൂമി എന്നാണ്. അതിന് റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് രക്തം ചിന്താൻ പാടില്ല, അവിടെയുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല, ആർക്കും മുറിച്ചൊഴിവാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പാലിക്കേണ്ട ഒരു ഭാഗം
അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതുണ്ട്. വേറെ ഭൂമിയിലോടും അങ്ങനെ ഒരു സ്ഥലമില്ല. ഹറമൻ ആമിനൻ, നിർഭയമായ ഹറം എന്ന് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നിർഭയമായ ഒരു ഭാഗവും അവിടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അതിർത്തി ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തൻഈം, റസൂൽ യാത്ര പോയപ്പോൾ ആ പറഞ്ഞ വാക്ക് പറഞ്ഞ തൻഈമാണ്. തൻഈം എന്ന് പറയുന്ന ഒരു 6-7 കിലോമീറ്റർ അകലമുള്ള ഒരു ഭാഗം. മറ്റൊരു ഭാഗം ജുഴറാന എന്ന് പറയുന്നത് കുറച്ചുകൂടി ദൂരമുള്ള വേറൊരു ഭാഗം, ഒരു 5-8 കിലോമീറ്റർ അധികം വരും, അത്രയുള്ള ആ ഭാഗം. വേറൊരു ഭാഗം, ഒരു അതിർത്തി വരുന്നത് ഹുദൈബിയ സന്ധി നടന്ന ഒരു ഭാഗമാണ്. 10-18 കിലോമീറ്ററോളം അകലം വരുന്ന ദൂരം. ഇങ്ങനെയുള്ള ഒരു വൃത്തം, ഒരു ചുറ്റളവ് കഅബാലയത്തിന് ചുറ്റും ഹറമായി റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹറമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ വളരെ കരുതലോട് കൂടിയേ ജീവിക്കാവൂ. വളരെ ജാഗ്രതയും ശ്രദ്ധയും പാലിക്കേണ്ട ഒരു ഏരിയയാണ്, ഭാഗമാണത്. അത് ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. അവിടെ നമ്മൾ സാധാരണ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ തോന്നിയതുപോലെ ജീവിച്ചു പോകാൻ കഴിയില്ല. അവിടുത്തെ മര്യാദകൾ, അച്ചടക്കങ്ങൾ, നിയമങ്ങളൊക്കെ പാലിച്ച ഒരാൾക്ക് ജീവിച്ചു പോകാൻ കഴിയും. ഇനി മൂന്നാമതൊരു അതിർത്തി റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഹജ്ജോ ഉംറയോ ഒക്കെ ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾക്ക് കടന്നു പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ച ഒരു വൃത്തമുണ്ട്. അവിടെ മീഖാത്തുകൾ എന്നാണ് അതിന് പറയുന്നത്. ഹജ്ജ് ഉംറയൊക്കെ പോയ ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അത് മൂന്നാമത്തെ ഒരു വൃത്തമാണ്, ഒരു അകലമാണ്. അത് ഒന്ന് മദീനയിലെ ദുൽഹുലൈഫയാണ്, ത്വായിഫ് ഭാഗത്തുള്ള കർണൽ മനാസിലാണ്, അങ്ങനെ ജിദ്ദ ഭാഗത്തുള്ള വേറെ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ചുറ്റുഭാഗത്തും വിശാലമായ ഒരു ഏരിയ അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ പ്രദേശത്തിലൂടെ കടന്നു വരുന്ന ആളുകൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടേ കടന്നു പോകാവൂ. ഇഹ്റാമിൽ പ്രവേശിക്കാതെ കടന്നു പോകുന്ന ഒരാൾക്ക് പിന്നീട് ഹജ്ജോ ഉംറയോ നിർവഹിക്കണമെങ്കിൽ അയാൾ ആ ഇഹ്റാമിൽ പ്രവേശിക്കാത്തതിന്റെ പേരിൽ ഒരാടിനെ ബലിയെടുത്തുകൊണ്ട് പിന്നീട് നിർവഹിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അയാൾ തിരിച്ച് മീഖാത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട്, ഒരു പ്രദേശമായിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ അനേകം സ്ഥലത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പല ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ടും ഈ രൂപത്തിലൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥലമാണ് മക്ക. ആ പവിത്രതയും ബഹുമാനവും നമ്മൾ അതിന് നൽകിയേ പറ്റൂ. അത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരപൂർവം കാണുന്നുവെങ്കിൽ അത് മനസ്സിൽ അവൻ സൂക്ഷിക്കുന്ന ഭയഭക്തിയുടെ ഭാഗമാണ്. അതിനെ അവഹേളിക്കാനോ നിസ്സാരമായി കാണാനോ മോശമായി ചിത്രീകരിക്കാനോ അങ്ങോട്ട് പോകുന്നതിൽ ഒരു കാര്യവുമില്ല എന്നൊന്നും ഒരു മതത്തിന്റെ സ്റ്റേജിൽ നിന്ന് പറയേണ്ട കാര്യമല്ല. മറിച്ച് അതൊക്കെ ഉള്ളതാണ്, ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. ആ തെറ്റിദ്ധാരണകളൊക്കെ പ്രചരിപ്പിക്കുന്നിടത്തുനിന്ന് തിരുത്തി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടൊക്കെ ആദരവ് കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും.